കൊടൈക്കനാലിലെ അവസാന ഗ്രാമം എന്നറിയപ്പെടുന്ന ക്ലാവരയിലേക്കാണ് യാത്ര. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സുന്ദര ഗ്രാമം. മായാലോകം കണ്ടു രസിക്കാൻ ഏനുണ്ടട തന്തോയം, മേഘത്തേരിൽ പാറി നടക്കാൻ ഏനുണ്ടട തുള്ളാട്ടം, കാടിൻ നടുവിൽ കൂടുണ്ടാക്കാൻ കാലങ്ങൾ താണ്ടുമ്പോൾ പാരിൻ മറവിൽ പ്രായം മറയും കാലം അതുവഴി മാറും. അലതല്ലും തിരകളെയൊന്നായി കൈക്കുമ്പിൾ കോരിയെടുത്തേ തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തി കിളിയതു ചൊന്നേ. അലതല്ലും തിരകളെയൊന്നായി കാക്കാത്തി കിളിയതു ചൊന്നേ. അലതല്ലും തിരകളെയൊന്നായി കൈക്കുമ്പിൾ കോരിയെടുത്തേ തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തി കിളിയതു ചൊന്നേ. ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്. ഇതാണ് ക്ലാവര ജംഗ്ഷൻ. ഇവിടെ വരെ ബസ്സുകളൊക്കെ വരികയുള്ളൂ. പിന്നെ അങ്ങോട്ട് ഗ്രാമീണ പാതയാണ്. നമ്മുടെ ക്യാമറ കണ്ട് ഓടിക്കൂടിയതാണ് ഈ കുട്ടിക്കൂട്ടങ്ങൾ. ഈ കാണുന്ന വഴിയിലൂടെയാണ് ക്ലാവരയിലെ അവസാന ഗ്രാമത്തിലേക്ക് പോകുന്നത്. കൊടൈക്കനാലിൽ നിന്നും 45 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ലാവരയിലേക്ക് എത്താം. കൊടൈക്കനാലിൽ നിന്നും ഇവിടേക്ക് വരുന്ന റോഡ് ഈ ക്ലാവര ഗ്രാമത്തിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ക്ലാവരയ്ക്ക് കൊടൈക്കനാലിലെ അവസാന ഗ്രാമം എന്ന് പേര് വന്നത്. ഇവിടെ നിന്നും നമ്മുടെ മൂന്നാറിലെ വട്ടവടയിലേക്ക് 15 കിലോമീറ്റർ വനപാതയുണ്ടെങ്കിലും
സർക്കാർ തലത്തിലുള്ള ചില തർക്കങ്ങൾ കാരണം അത് അടച്ചിട്ടിരിക്കുകയാണ്. കൊടൈക്കനാലിൽ നിന്ന് മൂന്നാറിലേക്കുള്ള എസ്കേപ്പ് റോഡ് എന്നാണ് ആ റോഡിൻ്റെ പ്രശസ്തമായ പേര്. കൊടൈക്കനാലിൽ നിന്നും തുടങ്ങിയ നമ്മുടെ യാത്രയിലെ അവസാന ഗ്രാമമാണ് ഈ ക്ലാവരെ. ക്ലാവരെ വെറും ഒരു ഗ്രാമമല്ല, അതൊരു അനുഭവമാണ്.